ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐറ്റം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിനായിട്ട് നല്ല ഒരു പച്ചമാങ്ങ പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീനുണ്ടെങ്കിൽ അടിപൊളി ഒരു കറി നമുക്കുണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയായിരിക്കും, ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി. തൃശ്ശൂർ സൈഡിലൊക്കെ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നല്ലോണം ചതച്ച് ഒരു ചട്ടിയിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ നീളത്തിലോ ചെറുതാക്കിയോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞ് മാങ്ങ കഷ്ണങ്ങളും, ഒരു ഇടത്തരം മാങ്ങ മതി, ഭയങ്കര വലിയ മാങ്ങ ആയിക്കഴിഞ്ഞാൽ വല്ലാതെ പുളിയായിപ്പോവും. അപ്പോൾ പുളിയുടെ അളവൊക്കെ നോക്കിയിട്ട് ഇടാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറി ആയതുകൊണ്ട് ഞാനിതിൽ വളരെ കുറച്ചാട്ടോ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂണിന് അടുത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. അതുപോലെ മുളക് പൊടി, ഒരു നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അത് 1 ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങോട്ട് തിരുമ്മി കൊടുക്കാം. നല്ലോണം തിരുമ്മി അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന സ്മെല്ലുണ്ടല്ലോ, അതൊരു നല്ലൊരു നൊസ്റ്റ് തരണ ഒരു സ്മെല്ലാണത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിലമ്മ ഇടയ്ക്ക് ഉണ്ടാക്കുന്നൊരു കറിയാണത്. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ളൊരു എന്തെങ്കിലും ഒരു ഉപ്പേരിയും ഒരു ചുട്ട പപ്പടം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഇരട്ടി ചോറുണ്ണും. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. പിന്നെ അതിലോട്ട് നമ്മൾ വറുത്ത് ഈ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീനാണത്. അതും കൂടി ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അമർത്തി ഇളക്കരുത്, കൈമ പണി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മളിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നമ്മളിത് തേങ്ങ അരച്ച് ചേർക്കണ കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കാരണം തേങ്ങ അരച്ചത് ചേർത്ത് കഴിയുമ്പോൾ ചാറിന് നല്ലോണം കട്ടി വരും, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ മാങ്ങ കഷ്ണം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാങ്ങയും ചെമ്മീനും ഒരേ ടൈമിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ കറി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴൊന്നും ഒട്ടും വ്യൂസ് ഇല്ല. എനിക്ക് തോന്നുന്നു ആർക്കും ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊന്നും കാണാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായാലൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായില്ലെങ്കിലും അത് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ അത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ തേങ്ങ, അതിപ്പോൾ നമ്മളൊരു അര ഗ്ലാസ് തേങ്ങയാണ്, 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ അത് നല്ലോണം ഞാനത് ഒരു 2-3-4 കഷ്ണം ഈ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഫ്രൈ ചെയ്തിട്ടുള്ള ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് ആ തേങ്ങ അരച്ചതിട്ട്. അപ്പോൾ ആ തേങ്ങയിലും കൂടി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലോണം മഷി പോലെ നല്ലോണം അരച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാം. അത് കഴിഞ്ഞ് നിന്ന് തള വന്ന് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിർത്തി നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് അതിലോട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടപ്പോൾ നല്ലൊരു കളർ കിട്ടും നമുക്ക്. അതങ്ങനെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി നല്ല കട്ടി വരും കേട്ടോ, കുറച്ചും കൂടി കട്ടി വരും. അപ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാം, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടിപൊളി ചെമ്മീൻ മാങ്ങാക്കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.